ഇതൊക്കെ ആണെങ്കിലും പാരസെറ്റമോളിന് അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സേഫ്റ്റി പ്രൊഫൈൽ എന്ന് പറയുന്നത് കുറച്ച് വിപുലമായിട്ടുള്ള ഒരു റേഞ്ചിലായതിനാൽ തന്നെ അത് സേഫായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഒരു മനുഷ്യന് ഒരു ദിവസം ഉപയോഗിക്കാൻ കഴിയുന്ന പാരസെറ്റമോളിൻ്റെ പരമാവധി ഡോസ് എന്ന് പറയുന്നത് 4 ഗ്രാം വരെയാണ്. അപ്പോൾ അത്രയും വലിയ ഡോസിലൊന്നും നമ്മൾ സാധാരണഗതിയിൽ ഒരു രോഗിക്കും ഒരു അസുഖത്തിനും കൊടുക്കാറില്ല. മാത്രമല്ല അതിൻ്റെ ഒരു ലീത്തൽ ഡോസ്, അത് അപകടകാരി ആകുന്ന ഒരു ഡോസ് എന്ന് പറയുന്നത് ഈ സേഫ്റ്റി ഡോസിനും 5 മുതൽ 10 മടങ്ങ് മുകളിലാണ്. അപ്പോൾ അത്രയും അധികം പാരസെറ്റമോൾ ഒരുമിച്ച് കഴിക്കുകയോ ഒരു ചെറിയ കാലയളവിൽ കഴിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് ഒരു വലിയ ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നമായിട്ട് മാറുന്നത്. മാത്രമല്ല വലിയ ഡോസിൽ കുറച്ചധികം നാൾ കഴിച്ചു കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള കരൾ രോഗങ്ങൾക്കും ഒക്കെ കാരണമാകാം. പ്രത്യേകിച്ചും മദ്യപാനികളായിട്ടുള്ള ആൾക്കാരിൽ പാരസെറ്റമോൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അത് കരൾ രോഗം സാധ്യത കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഡീഗ്രേഡ് ചെയ്യുന്ന അതേ എൻസൈം തന്നെയാണ് പാരസെറ്റമോളിനെയും മെറ്റബോളൈസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ അത് കൂടുതൽ ശ്രദ്ധിക്കണം. മാത്രമല്ല ഈ ഏതൊരു സാധനവും അലർജി ഉണ്ടാക്കാം. പാരസെറ്റമോൾ അലർജി എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് അലർജിക് ആയിട്ടുള്ള ആൾക്കാരിലും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം. ചില ആൾക്കാർ ഇത് എലിവിഷമാണ്, എലികൾക്ക് കൊടുത്താൽ ചത്തുപോകും എന്ന് പറഞ്ഞു. എലികൾക്ക് മാത്രമല്ല മനുഷ്യന് കൊടുത്താലും മനുഷ്യരും ചത്തുപോകും. പാരസെറ്റമോൾ അമിതമായിട്ടുള്ള ഡോസിൽ ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യർ തന്നെ മരിച്ചു പോകും. അത് ഡോസാണ് ഒരു മരുന്നിൻ്റെ സേഫ്റ്റി നിർണ്ണയിക്കുന്നത്. മരുന്നിൻ്റെ മാത്രമല്ല ഏതൊരു വസ്തുവിൻ്റെയും സേഫ്റ്റി നിർണ്ണയിക്കുന്നത് അതിൻ്റെ അളവാണ്. നമ്മൾ വെള്ളം കുറേ അധികം വെള്ളം ഒരുമിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്സിജൻ കൂടുതലധികം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഇൻഹേൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെയാണ് പാരസെറ്റമോളും. അതിൻ്റെ ഒരു സേഫ്റ്റി പ്രൊഫൈലിനകത്ത് നിന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന മരുന്നാണ്. പ്രത്യേകിച്ചും ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കുറഞ്ഞ കാലയളവിലേക്ക് അത് കഴിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല.